ശ്രീ ദാമോദർ പ്രസാദ്, ഇപ്പോൾ ഏത് സമരം ഏത് പ്രതിഷേധമായാലും അതിനൊരു വിഡ്രോവൽ ഓപ്ഷൻ കൂടി വേണമല്ലോ. ഈ കാര്യങ്ങൾ അവസാനിക്കണമല്ലോ. അപ്പോൾ അത് എങ്ങനെ സംഭവിക്കുമെന്നാണ് കരുതുന്നത്? ഇപ്പോൾ സോളാർ സമരം നമുക്കറിയാവുന്ന പോലെ എത്ര ദിവസം നീണ്ട സമരമായിരുന്നു. ഒടുവിലത് പെട്ടെന്ന് ഒരു സെറ്റിൽമെന്റിലേക്ക് പോവുകയായിരുന്നു. അത് അന്ന് ആ സമയത്ത് CPI ചില നേതാക്കൾ ദിവാകരനടക്കം പറഞ്ഞ കാര്യമുണ്ട്. ഞങ്ങളൊന്നും അറിഞ്ഞില്ല, ഞങ്ങളൊക്കെ സമരത്തിൽ നിൽക്കുമ്പോൾ ഒരു സെറ്റിൽമെന്റ് AKG സെന്ററിൽ അതിനുള്ള തീരുമാനം ഉണ്ടാവുകയാണ്. അത് പിന്നെ എന്തിനു നിർത്തിയെന്നൊക്കെ പിന്നീട് നമ്മൾ ചർച്ച ചെയ്തതുമാണ്. അപ്പോൾ ഇതുപോലെ ഒരു വലിയ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരു കാര്യം അത് എങ്ങനെ അവസാനിക്കും? ചോദിച്ചാൽ ഇതിനൊക്കെ ഒരു വേ ഔട്ട് ഉണ്ടായിരിക്കാം. അദ്ദേഹം M ജയചന്ദ്രൻ ചില സൂചനകൾ പറഞ്ഞിരുന്നല്ലോ. ഞാൻ ആദ്യം സൂചിപ്പിക്കട്ടെ, CPIയുടെ വളരെ ആദരണീയ നേതാക്കളൊക്കെ എനിക്ക് ബഹുമാനം തന്നെയാണ്. CPIയുടെ പൊതു പൈതൃകം എന്ന് പറഞ്ഞാൽ 64 പൊതു പൈതൃകം എന്ന് പറഞ്ഞാൽ RSP SUC ഒഴിച്ചാൽ കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പൈതൃകമാണത്. അതിനുള്ളൊരു വളരെ ആദരവ് മാത്രമേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളും പിൽക്കാലത്ത് CPIയുടെ നേതാക്കളിലേക്ക് ആദരവുള്ളൂ. പക്ഷേ രാഷ്ട്രീയ വിമർശനങ്ങൾ കാണുന്ന സമയത്ത് നമ്മൾ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ പ്രസക്തമാണെന്നുകൊണ്ട് പറയുന്നുണ്ട്. അതൊരു ആജന്മ വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ തോന്നുന്ന ഒരു വളരെ സംവിധാന ബോധം കൊണ്ടാണ്. പ്രധാനപ്പെട്ട കാര്യം ഈ തർക്കം, ഈ ആലങ്കാരിക പോസ്റ്റിൻ്റെ തർക്കം എന്ന് പറയുന്നത് ഞാനിതാണ് ഉന്നയിക്കുന്ന കാര്യം. ഇതൊരു പ്രത്യശാസ്ത്ര സമരമൊന്നുമല്ല. CPI അതിൻ്റെ അകത്ത് ബിനോവിശ്വം വിമർശനം നേരിടുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ പരാജയം പിണറായി വിജയന് മാത്രം പരാജയമാണോ? അതാണോ? ഇത് CPM നയിച്ച ഒരു ഇടയ്ക്ക് ആ LDF മുന്നണിയുടെ പരാജയമാണ്. CPIക്ക് ഉത്തരവാദിത്തമുണ്ട്, ഗണ്യമായ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം മാറാൻ വേണ്ടിയിട്ടാണ് ബിനോയ് വിശ്വത്തിനെതിരായ വിമർശനത്തിൽ CPM എടുക്കുന്ന, അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന ഒറ്റ നേതാവ് എടുക്കുന്ന ഏകാധിപത്യ പ്രവണതയോടെ എടുക്കുന്ന തീരുമാനങ്ങളിൽ റാൻ മൂളി എന്നുള്ള വിമർശനമാണ് ബിനോയ് വിശ്വം നേരിടുന്നത്. അപ്പോൾ തിരുത്തണ്ടേ? അവരുടെ അകത്ത് തിരുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഞങ്ങൾക്ക് കൂടി സ്പേസ് വേണം, ഞങ്ങൾക്ക് കൂടി കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള സ്ഥലം വേണമെന്ന്. അതാണ് ഞാൻ പറയുന്നത്. ആ തിരുത്തെന്ന് പറയുന്ന ഒരു പ്രത്യശാസ്ത്രപരമായിട്ട് രാഷ്ട്രീയ തിരുത്തൊന്നല്ല. ഈ സ്ഥാനം ഇവർ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പാർലമെൻ്ററിയിലെ അപ്രസക്തമായ അല്ലെങ്കിൽ ഒരു പാർലമെൻ്ററി അല്ലാത്തൊരു സ്ഥാനം, പാർലമെൻറ്റിലുള്ള ഒരു ഫിക്ഷണൽ പോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തകർകളെ സമാധാനം ബോധ്യപ്പെടുത്താൻ വേണ്ടി. കാര്യം അവിടെ വിമർശനം വരുന്നവരാണ്. പിണറായി വിജയൻ ഇവിടെ കാര്യം ഉന്നയിക്കുന്ന കാര്യം നമ്മൾ കാണാതിരിക്കേണ്ട. അദ്ദേഹം ഇതിനകത്ത് ചിലപ്പോൾ വേ ഔട്ട് ഉണ്ടായിരിക്കാം. പക്ഷേ ആ വേ ഔട്ട് എന്ന് പറഞ്ഞാൽ പിണറായി വിജയനും കൂടിയുള്ള വേ ഔട്ടായിരിക്കും. അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആൾക്കാരും ദുർബലനാവാൻ ഒന്നുകൂടി അദ്ദേഹം തീരുമാനത്തെ മറികടന്നുകൊണ്ട് തീരുമാനം വരുന്നത്. ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു ഡൗട്ടുണ്ട്, സംശയം നമ്മൾ കാണുന്നത്. ഒരു സ്കെപ്റ്റിക്കലാണ്. കാര്യം PM ശ്രീ പോലെ കേന്ദ്ര നേതൃത്വവും ഇവിടുത്തെ ആൾക്കാരൊക്കെ ബന്ധപ്പെട്ട് സംഭവം നീക്കിക്കഴിഞ്ഞാൽ കാര്യം ബിനോയ് വിശ്വം D രാജയും ആ കാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് സന്ദേഹമുണ്ട്. എന്ന് വെച്ചാൽ അദ്ദേഹം വീണ്ടും ദുർബലപ്പെടുകയാണ്. ആ ഒരു ആശങ്ക ഒരു വളരെ സീനിയറായ രാഷ്ട്രീയ നേതാവിനുണ്ടാവും. പിണറായിയുള്ള വിമർശനം നിലനിൽക്കെ തന്നെ ഏതൊരു രാഷ്ട്രീയ നേതാവും ഉണ്ടാകുന്നൊരു ആശങ്ക തന്നെയാണ്. കാര്യം ആ റൂട്ടുകളിലൂടെയാണ് പോയി വന്നത്. കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ CPM ഈ കാര്യം. അപ്പോൾ ഈ റൂട്ടുകളൊക്കെ തന്നെ ആക്റ്റീവായി കഴിഞ്ഞാൽ അദ്ദേഹം ദുർബലപ്പെടുന്നൊരു തോന്നുന്നത് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ആ റൂട്ട് ആക്റ്റീവ് ആവുന്നതിൻ്റെ ഭാഗമാണെന്ന് D രാജയുടെ പ്രസ്താവന നിസ്സാരമല്ല. അദ്ദേഹം MABയെ ബന്ധപ്പെട്ട് എന്തൊരു ആലോചന അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു എന്നുള്ള കാര്യം വളരെ ശരിയായിരിക്കും തോന്നുന്നുണ്ട്. കാരണം D രാജയുടെ പ്രസ്താവന അങ്ങനെ വരില്ലെങ്കിൽ. പക്ഷേ ഇവരുടെ രാഷ്ട്രീയ സമരം ഒന്നുമല്ല. ഇവർക്ക് സ്ഥാനം കൂടിയുള്ള CPMന്റെ സംസ്ഥാന കമ്മിറ്റി അതിൽ ഈ നേതൃമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയായേക്കാം എന്നുള്ള സൂചനകളുണ്ടല്ലോ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നടക്കുന്ന ചില കാണേണ്ടതുണ്ടോ? സ്മൃതി, ഈ നേതൃത്വ മാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് CPMന് നേതൃത്വമാറ്റത്തെക്കുറിച്ച് മാത്രമാണ്? CPM മാത്രമാണ് ലക്ഷ്യത്തോറ്റത്. CPIക്ക് ഉത്തരവാദിത്തമില്ല. അവിടെ നേതൃത്വമാറ്റം ഇതേപോലത്തെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? ജയിച്ചു, പിണറായി ജയിച്ചു, K രാജനും ജയിച്ചു, GRLയും ജയിച്ചു, P പ്രസാദും ജയിച്ചു, ഇവിടെ KN ബാലഗോപാൽ ജയിച്ചു. എന്നിട്ട് CPIക്ക് ഇത് ബാധകല്ലേ? CPM നേതൃത്വം. അപ്പോൾ CPM ഇതെല്ലാം മൂടി വയ്ക്കാനുള്ള ശ്രമമാണ് ഈ സ്ഥാനം. കാര്യം CPI വിമർശനം അറിയിക്കുന്നുണ്ട്. കാര്യം രാഷ്ട്രീയമായി കേരളത്തിൽ പരാജയപ്പെട്ട CPI കൂടിയാണ്. അതിൽ CPI കേരളത്തിൽ LDF പരാജയത്തിൽ ഗണ്യമായ പങ്കുണ്ട്. ആ യാഥാർത്ഥ്യം ഒരു അംഗീകരിക്കാൻ തയ്യാറല്ല, അതിലേക്ക് വിമർശനം പോകാൻ തയ്യാറല്ല. അതിനെ മൂടി വയ്ക്കാൻ വേണ്ടി തന്ത്രപരം ഇവിടെ ഗോവിന്ദമാഷൊക്കെ എടുക്കുന്ന തന്ത്രത്തിന് വേറെ തന്ത്രമാണ്. ഈ സ്ഥാനം വെച്ചുകൊണ്ടാ ഈ സ്ഥാനം എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്തൊരു പാർലമെന്റ് സ്ഥാനം വെച്ചാൽ നീങ്ങുന്നത്. അത് മനസ്സിലാക്കാനുള്ള വളരെ ആർജവും ബുദ്ധിയൊക്കെ CPM നേതാക്കൾക്ക് അവരുടേതായ രീതിയിലുണ്ട്. അതിൽ പ്രകടിപ്പിക്കുന്നു. മാത്രമല്ല പിണറായി വിജയനാണ് എല്ലാത്തിനും മൂലകാരണം വരുത്താനുള്ള സമീപനം. നമ്മൾക്ക് പൊതുസമൂഹം വിമർശനം ഉന്നയിക്കും. അതുപോലെ CPIക്ക് എന്ന് പറയുന്നത് അവകാശമുള്ളത്. CPIൻ്റെ ഈ 10 വർഷം ഭരണത്തിൻ്റെ എല്ലാ ഭാഗം ഇന്ന ആൾക്കാരല്ലേ ഇടയ്ക്കിടയ്ക്ക് അറ്റയ്ക്ക് വിമർശനം ഉന്നയിക്കും. അത് ശരിയാണ്. അറ്റയ്ക്ക് വിമർശനം ഉന്നയിക്കുന്ന പോലെയാണ് ഈ മാവോയിസ്റ്റുകളെ കുറിച്ച് കാര്യം പറഞ്ഞത്. അതിനുശേഷം എന്ത് നടപടിയെടുത്തു? ഒരു ചുക്കും ചെയ്തിട്ടില്ല. അതിനുശേഷം ഗ്രോവാസുവിനെ ജയിലിൽ പിടിച്ച സമയത്ത് CPIക്കാരെതിരെ അഭിപ്രായം പറഞ്ഞു. നിങ്ങൾ കേട്ടോ? CPI അഭിപ്രായം പറഞ്ഞ സമയത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ധാർമ്മികത ഇടയ്ക്കൽ വിസ്ഫോടനം നടത്തും, പിന്നെ കാര്യം കഴിഞ്ഞാൽ ഉണ്ടാതിരിക്കും. അപ്പോൾ ആ കാര്യം കാണാനും നീക്കാനും നടന്നുകൊണ്ടിരിക്കുന്നത് പറയാതിരിക്കാൻ വയ്യ. അല്ലാതെ CPM മാത്രമല്ല തോറ്റത്, CPI നേതൃത്വം കൂടി പങ്കുവഹിച്ച തോൽവിയാണ്. ആ തോൽവി മൂടി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞത്. അത് CPM അറിയാം. അതുപോലെ പിണറായിയുടെ നേതൃത്വത്തെ ദുർബലപ്പെടുത്താനുള്ള നീക്കം അതൊരു അന്തരീക്ഷത്തിൽ ഉണ്ടാക്കുന്ന അന്തരീക്ഷമുണ്ട്. കാര്യം ഞങ്ങൾ ധാർമ്മികമായി വളരെ ശരിയാന്ന് തോന്നിപ്പിക്കാൻ അതൊരു പാപ്പരായ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം വീണ്ടും എടുത്ത് പ്രയോഗിക്കുന്ന അർത്ഥമില്ല എന്നാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. ആ ഒരു യാഥാർത്ഥ്യം മുമ്പിലുണ്ട്. അതുകൊണ്ട് ഇവർ പരസ്പരം പങ്കിടുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെ വിമർശനാത്മകമായി സ്വയം കാണുന്നതിന് പകരം, നേതൃത്വം സ്വയം വിമർശിക്കുന്ന പകരം ആദ്യം അതിനെ മൂടി വയ്ക്കാനുള്ള നീക്കങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കാനുള്ള വിവേകം കേരള പൗരസമൂഹത്തിനുണ്ട്, CPMനുണ്ട്, കേരള കമ്മ്യൂണിസ്റ്റുകൾക്കുണ്ട്, ഇടതുപക്ഷക്കാർക്കെല്ലാം ഉണ്ട്.
ശരി, ആത്യന്തികമായി പൗരസമൂഹത്തോടാണ് കടപ്പെട്ടിരിക്കുന്നത്. ആരാണ് ഏറ്റവും നന്നായി കടമ നിർവഹിക്കുന്നത് നമുക്ക് നോക്കാം. ഒറ്റ തിരുത്ത് ഗ്രോ വാസുവേട്ടന്റെ അറസ്റ്റിനെ CPI ശക്തമായിട്ട് അപലപിച്ചിരുന്നു. ഗ്രോ വാസുവേട്ടന്റെ അറസ്റ്റ് ചെയ്തതിനെ CPI ശക്തമായിട്ട് അപലപിച്ചിരുന്നു. CPIയുടെ സാംസ്കാരിക സംഘടനയെ അപലപിച്ചു. അതുപോലെ മാവോയിസ്റ്റുകളെ വെടിവെച്ചത് പറഞ്ഞു എന്ന് പറഞ്ഞു. മറ്റു കാര്യങ്ങൾ തോമസ് ചാണ്ടിയെ രാജിവെപ്പിച്ചത്, അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി വേണ്ടെന്ന് വെപ്പിച്ചത്, എത്രയോ പ്രശ്നങ്ങൾ. അപ്പോൾ CPI എതിർക്കുക മാത്രമല്ല, എതിർത്ത് പലതും നടപ്പാക്കിയിട്ടുണ്ട്. ഗോവാസുവേട്ടന്റെ കാര്യത്തിൽ ദാമോദർ പ്രസാദ് തിരുത്തണം. ശരി, അങ്ങ് അത് അറിയാതെ പോയതായിരിക്കാം ശ്രീരാമ പ്രസാദ്, അങ്ങ് അത് പരിശോധിക്കേണ്ടതുണ്ട്. സമരവും കേരളയിൽ സമരമൊക്കെ നമ്മൾ കണ്ടതാ. ഈ ആശാവർക്ക സമരം ഇപ്പൊ എന്തോ അഭിപ്രായം പറയുന്നത്? CPI എവിടെയായിരുന്നു ആശാവർക്ക സമരം നടക്കുന്ന സമയത്ത്? ഒരു നിലപാടുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ ആശാവർക്ക സമരം എന്തോ തെറ്റാന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടതല്ല. അപ്പൊ ഈ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യം വിലയിരുത്തുമ്പോഴാണ് വിമർശനം ഉന്നയിക്കുന്നത്. വിമർശനത്തെ ഒരു പാർട്ടി വിരോധമായിട്ട് കാണണ്ട, അത് നമ്മുടെ അനുഭവത്തിൽ കാണുന്ന കാര്യം വിമർശനം ഉന്നയിക്കുന്നു. അത് ഒരുപക്ഷെ വളരെ പോസിറ്റീവ് അർത്ഥത്തിലായിരിക്കും. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കാഴ്ചപ്പാട് ക്രിട്ടിക്കാണ് നടത്തുന്നത്. ശരി, അതാണ് നമ്മൾ നടത്താൻ ശ്രമിക്കുന്നത്. നമുക്ക് നോക്കാം ഇത് എങ്ങനെ ചെന്ന് അവസാനിക്കും, അഥവാ അവസാനിക്കുമോ എന്ന് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.